ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങി ഈ നട്ടുച്ചയ്ക്ക് തന്റെ ഷവമിയുടെ ഷവമി 14 CV, ചൈനയില് ഷവമി CV4 Pro അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. ആൻഡ് ആ ഫോണ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ഉച്ചയ്ക്ക്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, നല്ല കിഴപ്പാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തിനാണെങ്കിലും ഈ ഫോൺ ഒരു രക്ഷയില്ല, അടിപൊളി ഫോൺ, ഒരു രക്ഷയില്ല, നല്ല സുഖമാണ്. ഇൻഹാൻഡ് ഫീലൊക്കെ വേറെ ലെവലാണ്. എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് എടുക്കണം. അതുപോലെ ദുബായ് മോളിൽ പോയിട്ട് നമ്മുടെ, നിങ്ങൾക്കറിയാമോ മമ്മൂക്ക ധരിച്ചിരിക്കുന്ന വാച്ച് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ മനുഷ്യനുണ്ടല്ലേ, എഫിൻ ബ്രോ ഇവിടെ ദുബായിലുണ്ട്. അപ്പോൾ പുള്ളിയെ പോയി കണ്ടിട്ട് പുള്ളിയുടെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ അൽത്തമാമി പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും ഫോൺ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ അന്നത്തെ ദിവസം അതാണ്. അപ്പോൾ നമുക്കത് പോവാം ഗൈസ്. മറ്റേ ക്ലീശ ആയിട്ടുള്ള ഞാൻ നടന്നു പോകുന്നു, മെട്രോയിൽ കയറുന്നു, ആ പരിപാടി ഇല്ല. നമ്മളിനി കാണാൻ പോകുന്നത് നേരെ ദുബായ് മോളിൽ. ലേറ്റസ്റ്റ് ആൻഡ് ജെന്റിൽമാൻ, കണ്ടോ ഇതായിരുന്നു? എത്ര കണ്ടാലും കൊതി മാറൂല എന്നാണ് അക്വേറിയം. നമ്മളൊക്കെ പിള്ളേരല്ലേ. എന്തുണ്ട് വിശേഷം? എപ്പോ എത്തി? ഞാൻ ഇന്ന് രാവിലെ ദുബായിലേക്ക് വന്ന. ഇത്ര വർഷം അബുദാബിയിലായിരുന്നു. എന്താ അബുദാബിയിൽ എന്താ പരിപാടി? സീക്രട്ട് ആണോ? ഇല്ല, വാച്ചിന്റേതായ കാര്യങ്ങൾ. ഇവിടെ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ഇന്ന് റേഡിയന്റ് വിളിച്ചിട്ടുണ്ട് മിഥുൻ ചേട്ടൻ. ഓ, RJ മിഥുൻ. ഓ മൈ ഗോഡ്, പൊളി. എഫിൻ ബ്രോ വന്നിട്ടുണ്ട്. എഫിൻ ബ്രോയെ അറിയാം, ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്തും വാച്ച്, ലക്ഷറി പ്രോഡക്ട്സ്, എന്തും സെലിബ്രിറ്റീസ് ഇടുന്നതാണെങ്കിൽ എന്തും ഉള്ള അടിച്ചു മാറ്റി. ഉണ്ടോ? അല്ല, ഈ ഗൂഗിൾ സർക്കിൾ ടു സെർച്ച് വന്നിട്ടല്ല, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ നമ്മുടെ ഇതിൽ? ഇല്ല, ആൾക്കാർ സ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എന്തായാലും പുള്ളിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഒരു നോയ്സി എൻവയൺമെന്റിൽ നിന്നും മാറട്ടെ. നമ്മുടെ ഈ ഇരിക്കുന്ന വ്യക്തി നമ്മുടെ എഫിൻ ബ്രോന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഈ രണ്ടുപേരും വാച്ചുകളെ പറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ഇവിടെ കണ്ട പാത്തേക് ഫിലിപ്പിന്റെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ വാച്ച് മേക്കറാണ്. പാത്തേക് ഫിലിപ്പ്, റിച്ചാർഡ് മില്ലെ, വാൻ ക്ലിഫ്, ബോവെ, AP തുടങ്ങിയ കമ്പനികളിൽ അങ്ങനെയുള്ള വാച്ചുകൾ റിപ്പയർ ചെയ്യുന്ന കമ്പനിയിൽ ടെക്നീഷ്യനായിരുന്നു. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ചെറിയൊരു ബിസിനസ് ഉണ്ട് അബുദാബിയിൽ. ഇതെന്റെ ബ്രദറാണ്. ബ്രദർ റോളക്സിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. നിഷ്കളങ്കനായിട്ടിരിക്കണ. എൻ്റെ പേര് ജിജി എന്നാണ്. ജിജി ബ്രോയും റോബിൻ ബ്രോയും. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരെയും മീറ്റ് ചെയ്തതിൽ. എന്തായാലും എഫിൻ ബ്രോ എനിക്ക് കേക്ക് മേടിച്ചോട്ടോ. അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ ആരോടും സപ്പോർട്ട് ചെയ്യാനൊന്നും പറയാറില്ല. എനിക്ക് ഇവരെ റീച്ച് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കര മെൻഷനിങ് വരാം, #ഒക്കെ ഇട്ടിട്ട്. അത് കോൾമി ഷസാം എന്നെ കുറിച്ച് പറയുന്നു, പിന്നെ എൻ്റെ സ്ലാങ് അനുകരിക്കുന്നു. വാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പേര് അതിന് ഫ്രണ്ടിലുണ്ടാവും. എന്തിനാണ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലേ, അത് എന്തുകൊണ്ട് സപ്പോർട്ട്? എനിക്ക് നല്ല ക്രിയേറ്റേഴ്സിന് ഉണ്ടെങ്കിൽ അവരെ കയറ്റി വിടുക എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. ചിലരുടെ സംസാരം ഭയങ്കര സെന്റിമെന്റൽ ഉണ്ടല്ലോ, അത് നമുക്കൊരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യും. എഫിൻ ബ്രോ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ബൂസ്റ്റ് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതെന്നുള്ളത്. ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എഫിൻ ബ്രോ നമ്മൾ ഇപ്പോൾ പുള്ളി സംസാരിക്കുന്ന രീതിയിലൊക്കെ കളിയാക്കിയല്ല, അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്താലും പുള്ളി അതിന് ആ ഒരു മൈൻഡിലായിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പം അങ്ങനെ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി? നല്ലതല്ലേ? എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഈ ഒരു മനുഷ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ വേറൊരു രാജ്യത്ത് വന്നിട്ട് പറയുന്നത്. പക്ഷെ എനിക്ക് കേക്ക് വാങ്ങിച്ചത് എന്റെ ഫേവറേറ്റ് കേക്കാണ് സത്യം പറഞ്ഞ. ചുമ്മാ തള്ളുന്നതല്ല, എനിക്ക് ഈ ഫ്രൂട്ട്സ് മോളിൽ വെച്ചിരിക്കുന്ന കേക്കാണ് ഞാൻ ആകെ കഴിക്കുന്നത്. അത് എന്ത് മാജിക്കിൽ അവർ മേടിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് വെരി വെൽ ഡൺ. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇന്നലെ 2 മില്യൺ അടിക്കുന്നു, ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യും. ഓ, ഞാൻ അത് അതിനുശേഷം അതിന്റെ കേക്കാണ്. എനിക്ക് ബോധമില്ല, ഞാൻ കേക്ക് വാങ്ങിക്കാറില്ല, ഒന്നും മേടിക്കാറില്ല. സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ 2 മില്യൺ അയക്കുന്ന ഈ ചാനല് ഒരു ടെക് ചാനലിനെ സംബന്ധിച്ച് 2 മില്യൺ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. ഇനി 3 മില്യൺ 4 മില്യൺ അങ്ങോട്ട് അടിപൊളിയായിട്ട് പോട്ടെ. പോവില്ലേ? എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മധുരം ഇരിക്കട്ടെ. താങ്ക് യു ബ്രോ. കഴിക്കൂ പ്ലീസ്.
ഞാൻ എൻ്റെ മൈൻഡിൽ പോലും പോയില്ലേ കേക്ക് മുറിക്കണമെന്നൊക്കെ. താങ്ക് യു. ഞാൻ സത്യമായിട്ടും മറന്നേ പോയി. എനിവേസ് ഇവർ കേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ കേക്ക് കൊണ്ടുവന്നത്, വെറുതെ കഴിക്കാനും. പിന്നെ ഇപ്പോഴാണ് എനിക്ക് കത്തിയത്. ഗൈസ് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് എഫിന്റെ വാച്ച് കളക്ഷൻ. നോക്കൂ ഗൈസ്, കയ്യിൽ റോളക്സ്. ഈ ഒരു വാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? എന്താണ് ഇത് ഡീപ് സീ എന്ന് പറഞ്ഞ വേർഷനാണ്. ഡീപ് സീ മറ്റേ ബ്ലൂ കളർ അല്ലേ? അതെ അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിന്റെ കയ്യിലുള്ള വാച്ച്. ഇത് എന്റെ ഈ ഇതിന് ഇത്ര തീറ്റുണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലാസ് ഇല്ലേ, നമ്മുടെ കടകളിലെ ഗ്ലാസ്, അതിന്റെ ഒരു എം ഇല്ലേ, ആ എം ഗ്ലാസ് അതിന്റെ ഉള്ളിലുണ്ട്. വിശ്വസിക്കില്ല. ഇതിന് ഇത് ജിമ്മിൽ പോണല്ലോ ഇത് ഇടാനായിട്ട്. ഇതിന് എസ്കേപ്പ് വാൽവ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ. അതായത് ഡീപ് സീല് ഇതൊരു ഡൈവർ വാച്ചാണ്. അപ്പൊ ആരെങ്കിലും വെള്ളത്തിൽ ചാടാറില്ല. ഇല്ല, പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചാല് ഇത് ഈ പറഞ്ഞ പോലെ ഈ ബിസിനസ്സുകാർക്ക് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്ത് 5 വർഷം വെയിറ്റ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പൊ അവരുടെ പൈസ കൊടുത്താലും കിട്ടാത്തുള്ളൂ ആ സാധനം. ആ ഈഗോ ഹെഡ് ബിസിനസ് ആണ് ഇത്. പിന്നെ റോളക്സ് എന്ന് പറയുമ്പോൾ അവരുടേതായ തന്നെ സ്റ്റീൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. 904L സ്വർണ്ണമാണെങ്കിൽ അവർ തന്നെ ഗണിക്കുന്നു. പിന്നെന്താ, പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ ഈ ഡയല് കണ്ടോ, ഈ ഡയലില് സമുദ്രത്തിന്റെ അപ്പർ പോർഷനിലുള്ള ബ്ലൂ ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്, താഴെ ഡാർക്ക്. അത് താഴെ അതെ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഡീപ് സീ എന്ന് പേരിട്ടേക്കുന്നു. ഇതാണ് ജെയിംസ് ക്യാമറോൺ ഒരു ടെസ്റ്റ് നടത്തിയ വാച്ച്. പക്ഷേ എന്ത് ഹെവി വാച്ച് ഇത്. ഈ വാച്ച് ഹെവിയാണ്. ഇത് ഈ വാച്ച് മാത്രം ഹെവിയുള്ളൂ. ഇതേപോലെ തന്നെയാണ് സബ്മറൈനർ ഇരിക്കുന്നത്, ഇതുപോലെ ബസ്സിലൊക്കെ ഉള്ള. അതിന് ഇത്ര വെയിറ്റ് ഇല്ല സബ്മറൈൻ. പക്ഷെ അതിൽ ഡിമാൻഡ് ഉള്ളത് അതിന്റെ ഈ ബസ്സില് റെഡും ബ്ലാക്ക് പിന്നെ ഗ്രീൻ ഹൾക്ക്. അത് നമുക്ക് പർച്ചേസ് ഹിസ്റ്ററി വേണം, അല്ലാതെ റോളക്സിന്റെ ഷോപ്പിൽ പോയി പണി നോക്കാൻ പറ്റും. കാശ് ഉണ്ടായിട്ടും കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പൈസ ഉണ്ടെങ്കിൽ 5-10 വർഷം വെയിറ്റ് ചെയ്യണം. അല്ല, ഇത് അവരുണ്ടാക്കുന്ന ഡിമാൻഡ് അല്ലേ? അതെ, അവരുണ്ടാകുന്ന ഡിമാൻഡാണ്. പിന്നെ ഇത് ഉണ്ടാക്കും, ഈ വാച്ച് ഉണ്ടാക്കുമ്പോൾ 1 വർഷം എടുക്കുമല്ലോ, ഏകദേശം 1 വർഷം അവർക്ക് ഈ വാച്ച് വേണം. കാരണം ഇതിൻ്റെ ഈ പ്രോട്ടോടൈപ്പ് ടെസ്റ്റുകളുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒഫീഷ്യലി ക്രോണോമീറ്റർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കേഷനിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിൽ വിജയിക്കാത്ത വാച്ചുകളൊക്കെ അവർ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഡിമാൻഡ് ഇല്ലാത്ത വാച്ചുകളുണ്ട്, അതും മേടിക്കാം. അത് പർച്ചേസിനുണ്ട്. മേടിക്കുമ്പോൾ ഡിമാൻഡ് ഉള്ളതും ഈ ലിമിറ്റഡ് എഡിഷൻ ഒക്കെ മേടിക്കുക. ഇത് മേടിച്ച സമയത്ത് ഏകദേശം ഒരു ഈ പറഞ്ഞ 9-10 മാക്സിമം ആ റേറ്റൊക്കെ ബഡ്ജറ്റ് ഉള്ളൂ. പക്ഷെ ഇതിപ്പോ മാർക്കറ്റ് പ്രൈസ് മേടിക്കണമെങ്കിൽ 14 above ഒക്കെ മിനിമം കൊടുക്കും. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ എന്തുവാണേ, എന്തുമാത്രം നോളജ്, എന്തുമാത്രം പുതിയ കാര്യങ്ങൾ, എന്തുമാത്രം വാച്ചിനെ പറ്റി മടിച്ചിരിക്കാതെ വരും പ്ലീസ്. ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. ഇവിടെ ഇൻക്രെഡിബിൾ. ഞാൻ മിക്കവാറും എഫിനെ പോലെ വേറെ ചാനലോടെ ഇവർ ഈ പുള്ളി ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുള്ള കുറച്ച് കോൺവെർസേഷൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എഫിൻ എനിക്കൊരു സംഭവം തരാൻ പോവുകയാണ് ഗൈസ്. കുറേ നാളായിട്ട് പുള്ളിയുടെ കൈ ഇരിക്കുകയാണ്, പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. സോ ലെറ്റ്സ് യെസ്, ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമാണ്. ഇതിന്റെ ഉള്ളിലാണ് കാര്യം. ഓ ഗൈസ്, നോമിന്റെ പേരുള്ള ടൈമെക്സിന്റെ വാച്ച് നേരം. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഓൾറെഡി ഇന്ന് ഷസാമിന്റെ നേരം അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി വിഷ് ചെയ്യാണ്, നേരം അടിപൊളിയാവട്ടെ. ഇത് ഞാൻ പുള്ളി ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട്. എന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചാണ് എനിക്ക് തന്നെ വേണം. താങ്ക് യു, താങ്ക് യു. അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. എഫിൻ ബ്രോ നേരെ പോകുന്നത് നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ അടുത്തോട്ടാണ്, RJ മിഥുൻ. അപ്പൊ പുള്ളിയുടെ ഇത് വരുന്നുണ്ട് ലൈവ് അല്ലേ, മറ്റേ റേഡിയോ ലൈവ്. എന്നെ വിളിച്ചില്ല, രണ്ടുപേരും കേട്ടോ. ഓ ഇവിടെ ഇരുന്ന് സമയം പോലും അറിയില്ല. ഞാൻ അത് വാച്ചിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടാ, ഈ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ഈ 2 ടു മൈ ലൈഫ്. അപ്പൊ എന്തായാലും നമ്മൾ പോവുകയാണ്. അപ്പൊ ഈ 3 വീലിലും 4 വീലിലൊക്കെ അടിക്കണം. ഈ വാച്ചിന് കിട്ടിയേട്ടാ നേരം ഷാസ് മുഹമ്മദിന്റെ. അങ്ങനെ എഫിൻ ബ്രോന്റെ അടുത്ത് വിട പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ് അൽത്തമാമി പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ നാളെ പോകാൻ പറ്റത്തുള്ളൂ.
ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റി. ആ 2 ചേട്ടന്മാരുടെ വാച്ചിൻ്റെ അറിവുണ്ടല്ലോ, വാച്ചിനെ പറ്റിയിട്ടുള്ള പല പല വാച്ചുകളിനെ പറ്റി. അതിൽ ഒരാൾ വാച്ച് മേക്കറാണ്. അതൊക്കെ പറഞ്ഞാൽ വാച്ച് മേക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ അംഗീകാരമാണ്. സത്യം പറഞ്ഞാൽ പുള്ളി സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി പഠിച്ച മനുഷ്യനാണ്. അതായത് റോളക്സ്, പാത്തേക് ഫിലിപ്പൊക്കെ പുള്ളി സർവീസ് ചെയ്യുന്ന മനുഷ്യനാണ്. അത് എത്ര പേർക്ക് അതിനെ പറ്റി അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ. അപ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരുമായിട്ട് സംസാരിച്ചത്. അങ്ങനെ എൻ്റെ 2 മില്യൻ്റെ ഒരു ചെറിയൊരു കേക്കൊക്കെ കഴിച്ചു. ഇനി ഞാൻ നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ദുബായ് മോളിൽ നിന്ന് മെട്രോയിലോട്ട് പോകാൻ ഒരു നടത്തമുണ്ടോ 2 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഒന്നുമില്ല, വീട്ടിൽ പോയി കിടന്നുറങ്ങുക. ബൈ ബൈ.